DMK ഒരുപക്ഷെ കേരളത്തിൽ DMK മത്സരിക്കുന്ന ഏക ഇടം തൊടുപുഴയാണോ? വേറെ എവിടെയൊക്കെ മത്സരിക്കുന്നത്? പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ 9 പേര് മത്സരിക്കുന്നുണ്ട്. DMK പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കേട്ടോ. DMKയുടെ ഭാരവാഹികളാണ്, സ്ഥാനാർത്ഥിയില്ല. പേരെന്തായിരുന്നു? മുഹമ്മദ് ആസിഫ് PK. ഭാരവാഹിത്വം എങ്ങനെ DMK സംസ്ഥാന കമ്മിറ്റി? എങ്ങനെയാണ് DMKയുടെ സാധ്യതകൾ തൊടുപുഴയിൽ? ഇടുക്കിയിൽ ഞങ്ങളിപ്പം 13 സ്ഥലത്താണ് സ്ഥാനാർത്ഥികൾ നിർത്തിയേക്കുന്നത്. 100% വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ. നന്നായിട്ട് നല്ല 13 ജയം ഉറപ്പിച്ചു. തീർച്ചയായിട്ടും 13 സ്ഥലത്തും ജയം ഉറപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്താ ആത്മവിശ്വാസത്തിന് കാരണം? ജനങ്ങളുടെ പിന്തുണ തന്നെ. DMK ഒരു മുന്നണിയോടൊപ്പമല്ല, സ്വന്തം നിലക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ് DMKക്ക് വോട്ടർമാർക്ക് നൽകാനുള്ള വാഗ്ദാനങ്ങൾ, ഉറപ്പ് എങ്ങനെയാണത്? ജനങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും DMKയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളായി കഴിഞ്ഞാലും ജയിച്ചു വരുന്നവരായി കഴിഞ്ഞാലും ഒരു പുതിയൊരു മാറ്റം ഇവിടെ കാഴ്ചവെക്കും. അതിൽ നിന്ന് വേണമല്ലോ ഞങ്ങൾക്ക് ഇനി വരും കാലങ്ങളിലേക്ക് എന്താണ് DMK എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. DMKയുടെ ഭാരവാഹിയാണല്ലോ പേര്? സജീവ്. DMKയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. 13 മത്സരിക്കുകയാണല്ലോ. അപ്പോൾ ഈ 13 എന്തൊക്കെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയാണ്, ഹൈറേഞ്ച് ആണ്, അവിടെയൊക്കെ ഉള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പ്രചാരണം? വികസനങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ പാർട്ടിയെ കൊണ്ട് കഴിയുന്നത്ര വികസനം നൽകുക. ഈ വന്യജീവി ശല്യമൊക്കെ ഒരുപാട് രൂക്ഷമാണല്ലോ പലയിടത്തും. കാട്ടാന ഇറങ്ങുന്നു, കാട്ടാന ആക്രമണങ്ങളൊക്കെ പതിവാകുന്നു, അതല്ലാതെ തന്നെ മറ്റു വന്യമൃഗ ആക്രമണങ്ങളൊക്കെ. അതിലൊക്കെ എന്ത് നടപടികൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും? ജയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലവിലുള്ള സർക്കാരുമായിട്ട് ആലോചിച്ച് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. DMKക്ക് തൊടുപുഴയിൽ നിന്നും ഒരു ആദ്യത്തെ മെമ്പർ ഉണ്ടാകാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ.